മധ്യേഷ്യയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദക്ഷിണ ഇസ്രയേലിലും എയിലാറ്റിലും മുഴങ്ങിക്കേട്ട അപായ സൈറണുകൾ വെറുമൊരു മിസൈൽ ആക്രമണത്തിന്റെ സൂചനയല്ല, മറിച്ച് ഈ മേഖലയിലെ യുദ്ധം കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണമാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണവും ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഡിമോണ ആണവ കേന്ദ്രത്തിന് സമീപമുണ്ടായ സ്ഫോടനങ്ങളും ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രയേൽ സൈന്യം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. എന്നാൽ മറ്റൊരു മിസൈൽ നെഗേവ് മരുഭൂമിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് പതിച്ചു. ഭാഗ്യവശാൽ ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും മിസൈൽ പതിച്ച സ്ഥലം ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഈ ആക്രമണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡിമോണ എന്ന തന്ത്രപ്രധാനമായ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രയേലിന്റെ പ്രഖ്യാപിക്കപ്പെടാത്ത ആണവ പദ്ധതികളുടെ കേന്ദ്രമായാണ് ഡിമോണയെ ലോകം കാണുന്നത്. നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന് തൊട്ടടുത്തായി മിസൈൽ പതിച്ചത് ഇറാൻ നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ഇസ്രയേലിന്റെ ആണവ കരുത്തിനെ ഭീഷണിപ്പെടുത്തുക വഴി മാനസികമായി മുൻതൂക്കം നേടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം, ആരോ എന്നിവ മറികടന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിന് ഇത്രയടുത്തെത്തിയത് ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ്. ടൂറിസത്തിനും വ്യാപാരത്തിനും പേരുകേട്ട തുറമുഖ നഗരമായ എയിലാറ്റ് ഇപ്പോൾ നിരന്തരമായ ആക്രമണ ഭീഷണിയിലാണ്. മിസൈൽ വിക്ഷേപണങ്ങൾ ഈ മേഖലയിലെ സാധാരണ ജീവിതത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും സാരമായി ബാധിച്ചിരിക്കുന്നു. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളിയുമായി പോരാടുമ്പോൾ തന്നെ തെക്കൻ ഭാഗത്ത് ഇറാനിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. മുമ്പ് നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇരു രാജ്യങ്ങളും ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തിനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഈ മിസൈൽ വിക്ഷേപണം. ആക്രമണങ്ങളെ നിസ്സാരമായി കാണില്ലെന്നും തക്കതായി മറുപടി നൽകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘർഷം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, ഇത് ആഗോള വിപണിയെയും സുരക്ഷയെയും ബാധിക്കുന്നു. മിസൈൽ ആക്രമണങ്ങൾ തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ, അബ്രഹാം ഉടമ്പടി പോലുള്ളവ ഈ യുദ്ധത്തോടെ പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ബാധ്യസ്ഥരാണെങ്കിലും ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നെഗേവ് മരുഭൂമിയിൽ പതിച്ച മിസൈൽ വെറുമൊരു ആയുധമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന്റെ മുന്നറിയിപ്പാണ്. ഡിമോണ പോലുള്ള അതീവ സുരക്ഷാ മേഖലകൾക്ക് നേരെ ഭീഷണി ഉയരുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റും. നയതന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിയന്ത്രണാതീതമായ ഒരു മഹാമാരിക്കാകും. സമാധാനത്തിനുള്ള വാതിലുകൾ ഓരോന്നായി അടയുമ്പോൾ ആയുധങ്ങളല്ല, മറിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങളാണ് ഈ ലോകത്തിന് ആവശ്യം.